ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഒരു മിൽക്ക് പേടയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നമ്മൾ ഈ പാൽപ്പേടയൊക്കെ നമ്മൾ ഒരുപാട് ഈ ബേക്കറിയിലെ ഭരണിയിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങിച്ചൊക്കെ കഴിച്ചിട്ടില്ലേ? എൻ്റെ പൊന്നേ, എക്സാക്റ്റ് ആ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്ക് വളരെ ചുരുക്കം ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, നമുക്ക് നമ്മുടെ പാൽപ്പേട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ പാലാണ് കേട്ടോ. പാല്, അതുപോലെ തന്നെ പഞ്ചസാര പൊടിച്ചത്, അതുപോലെ തന്നെ നമുക്ക് മിൽക്ക് പൗഡർ എന്തായാലും വേണം കേട്ടോ. പിന്നെ ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. ടൂട്ടി ഫ്രൂട്ടി, അതുപോലെ തന്നെ നമുക്ക് വാനില എസൻസ്, അതും ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വാനില എസൻസ് വേണ്ടെന്നുണ്ടെങ്കിൽ ഇതിനു പകരം നമുക്ക് ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാനിത് എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ അളവൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. അപ്പോൾ ഇതാ നമ്മളൊരു പാൻ എടുത്തിട്ടുണ്ട്. പാൻ നല്ലപോലെ ചൂടായി കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നെയ്യ് ഞാൻ ഇന്ന് ഫ്രിഡ്ജിൽ വെച്ചിരുന്നായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു കട്ടയുണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയിക്കോളും. നല്ലപോലെ മെൽറ്റായി വന്നതിന് ശേഷം നമുക്ക് 1 ഗ്ലാസ് പാലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു പാല് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മെൽറ്റായതിന് ശേഷം മാത്രം പാൽ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതാ ഞാൻ ഈ ഗ്ലാസ്സിലാണ് 1 ഗ്ലാസ് പാൽ എടുത്തിരിക്കുന്നത്. അതിതാ നമ്മുടെ നല്ല മെൽറ്റായി വന്ന നെയ്യിലേക്ക് നമ്മൾ ഈ പാല് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പാലും നെയ്യും കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഈ പാലും നെയ്യുമായിട്ടൊന്ന് സെറ്റാക്കി നമുക്ക് എടുക്കണം അവരെ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും വിസ്ക് വെച്ചിട്ടോ സ്പാച്ചുല വെച്ചിട്ടോ എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് തവി വെച്ചിട്ടൊക്കെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു ടൈമിലൊക്കെ നമുക്ക് നമ്മുടെ സിമ്മേലിരിക്കണം, അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലിരിക്കണം കേട്ടോ. നമ്മുടെ ഫ്ലെയിം ഒരുപാട് കൂട്ടി വെച്ച് ഇത് പെട്ടെന്ന് വറ്റിയും കരിഞ്ഞും ഒന്നും പോകാൻ പാടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒന്നെങ്കിൽ മീഡിയം ടു ലോ ഫ്ലെയിമിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പാൽപ്പൊടിയാണ്. ഇവിടെ ഞാൻ 1 കപ്പ് പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. നമ്മൾ എടുക്കുന്ന പാലിനേക്കാളും നമുക്ക് ഈ പാൽപ്പൊടി ഒന്ന് മുന്നിൽ നിൽക്കണം കേട്ടോ. അതാണ് അതിൻ്റെ ഒരു അളവ്. നിങ്ങളപ്പോൾ എത്ര പാലെടുക്കുന്നു അതിൻ്റെ ഒരു പൊടിക്ക് മുന്നോട്ട് നമുക്ക് പാൽപ്പൊടി നിൽക്കണം കേട്ടോ. അപ്പോൾ ഇതാ നല്ലപോലെ ഇതൊന്ന് ഉടച്ചു കൊടുക്കുക. കട്ടയൊന്നും ഇല്ലാതെ നല്ലപോലെ ഇളക്കി കൊടുക്കുമ്പോൾ അത് സെറ്റ് ആയിക്കോളും കേട്ടോ. നമ്മളൊന്ന് നല്ലപോലെ ഒന്ന് കൈയെടുക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ ഇത് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ പാലുമായിട്ട് പാൽപ്പൊടി മിക്സ് ആയിക്കോളും. അപ്പോൾ അതാ തീ ഇപ്പോഴും നമ്മുടെ ലോ ടു മീഡിയം ഫ്ലെയിമിന് ഇടയ്ക്കാണ് വെച്ചിരിക്കുന്നത്. ഒത്തിരി കൂട്ടി ഇട്ട് കൊടുക്കരുത് കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ ഇതായി പോകും കേട്ടോ. അപ്പം ഇതാ നല്ലപോലെ ഇളക്കി ഇപ്പോൾ ഇതാ നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മുടെ കട്ടയെല്ലാം ഉടഞ്ഞിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റ് ആട്ടോ. ഞാൻ ഇത്രയും ടേസ്റ്റ് ഉണ്ടായിരിക്കുമെന്ന് ഞാൻ സത്യം പറഞ്ഞാൽ വിചാരിച്ചില്ല. നമ്മൾ ഈ മിൽക്കി ബാർ കഴിക്കുന്ന പോലെ, അല്ലെങ്കിൽ നമ്മുടെ ഈ മിൽക്ക് മെയ്ഡ് അല്ലെങ്കിൽ പാൽപ്പേടൊക്കെ നമ്മൾ കഴിക്കത്തില്ലേ, ആ ഒരു എക്സാക്റ്റ് ടേസ്റ്റ് ആട്ടോ. പിന്നെ ഇതിനകത്ത് എസൻസ് ഒഴിക്കുന്നതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പിന്നെ എസൻസ് വേണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മുടെ ഏലക്കാപ്പൊടി ചേർക്കണമെന്ന് താല്പര്യമില്ലെങ്കിൽ അതും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഇത് കിട്ടും കേട്ടോ. അപ്പം നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ. നല്ലപോലെ നമ്മൾ ഇളക്കി കൊടുക്കണേ. ഇളക്കി കൊടുത്ത് വേണം നമുക്കിത് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. നല്ലപോലെ ഇതൊന്ന് ഇളക്കി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കുറുകി വരുന്ന സമയത്ത് വേണം നമുക്ക് ഇതിലേക്ക് നമ്മുടെ പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. പൊടിച്ച പഞ്ചസാരയാണേ, അതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാൻ വേണ്ടി. ഇപ്പോൾ ഇതാ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാരയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കട്ടയൊന്നുമില്ല, നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പം ഇപ്പോഴും നമ്മുടെ തീ മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇത് പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് കുറുകി വരും കേട്ടോ. അപ്പം നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ. അപ്പം ഇതൊന്ന് ഇളക്കി വേണം നമുക്കിത് കുറുക്കി എടുക്കാൻ വേണ്ടി. അപ്പോൾ തീ ഒന്നും കൂട്ടി പെട്ടെന്ന് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് എടുക്കല്, ഇത് കരിഞ്ഞൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ആ ഒരു ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഇളക്കി നല്ലപോലെ ഒന്ന് കുറുക്കിയെടുക്കണം. പിന്നെ മധുരമൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കൂടുതലോ കുറവോ വേണോ വേണ്ടയോ എന്നൊക്കെ ഉള്ളതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് അതിനനുസരിച്ച് എടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് വാനില എസൻസ് 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. അതും കൂടെ ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി നമുക്കിനി ഇത് നല്ലപോലെ കുറുക്കി എടുക്കണം കേട്ടോ. നമ്മുടെ ഈ പാനിൽ നിന്ന് ഇതൊന്ന് വിട്ട് വരുന്ന രീതിയിൽ നമുക്കൊന്ന് തിക്കായിട്ട് നല്ലപോലെ ഇത് ഇളക്കി വേണം നമുക്കിത് സെറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്.
ഇപ്പോൾ ഇതാ കണ്ടില്ലേ, മുമ്പത്തേലൊക്കെ നമ്മുടെ ഈ ഒരു മിക്സ് നല്ലപോലെ ഒന്ന് കുറുകി ടൈറ്റായി വരുന്നുണ്ട്. അപ്പം നമുക്ക് എത്രയും നേരം ഇട്ട് ഇളക്കി നല്ലപോലെ ഒന്ന് കുറുക്കിയെടുക്കാൻ പറ്റുമോ അത്രയും നേരം നല്ലപോലെ ഒന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ ഇത് ഭയങ്കര ടേസ്റ്റ് ആയിട്ട്. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ ജസ്റ്റ് നമുക്ക് മധുരമൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം, കൂടുതൽ വേണോ എന്നൊക്കെ ഉള്ളത് നോക്കിയിട്ട് നമുക്ക് അതിനനുസരിച്ച് വേണമെങ്കിൽ ഇപ്പം ആഡ് ചെയ്ത് കൊടുക്കാമെന്നാണ്. ഇത് നല്ല തിക്കായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് പിന്നെ പഞ്ചസാര ഒന്നും ചേർക്കാനായിട്ട് പറ്റത്തില്ല കേട്ടോ. അപ്പം കണ്ടില്ല, അതാ നല്ലപോലെ തിക്കായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് കുറച്ച് നേരം കൂടി ഇങ്ങനെ നല്ലപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പം നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു 1/2 ടേബിൾ സ്പൂണും കൂടെ നെയ്യൊക്കെ ചേർത്ത് കൊടുക്കാമെന്നാണ്. ഇപ്പം അതാ ഞാൻ ടൂട്ടി ഫ്രൂട്ടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് വേണമെന്നില്ല കേട്ടോ, നമുക്ക് ജസ്റ്റ് ഒന്ന് കടിക്കാനൊക്കെ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാമെന്നാണ്. അതാ കണ്ടില്ല, ഇപ്പോൾ വീണ്ടും ഒന്നും കൂടെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് കുറച്ചും കൂടെ നെയ്യൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മൊത്തത്തിൽ ഇളക്കി നല്ലപോലെ നമുക്ക് യോജിപ്പിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും നമ്മുടെ സ്റ്റൗ ഓഫ് ചെയ്യുന്നുണ്ട്. ഇതാ കണ്ടില്ല, അത്യാവശ്യം നല്ല പോലെ തന്നെ തിക്കായി വന്നിട്ടുണ്ട് കേട്ടോ, നല്ല രീതിക്ക് തന്നെ തിക്കായി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് അതായത് ചൂടൊന്ന് മാറുന്നിടം വരെ നമുക്ക് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കാം ഈ പാനിൽ തന്നെ. എന്നിട്ട് നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്കൊരു കട്ട് ചെയ്തെടുക്കാൻ പാകത്തിനെന്നൊക്കെയുള്ള രീതിയിൽ. അപ്പം ഞാൻ ഈ സ്റ്റീൽ പ്ലേറ്റിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുറച്ച് നെയ്യൊക്കെ തൂത്തിട്ട് ഞാൻ വെച്ച് കൊടുത്തത് കേട്ടോ. പിന്നെ ഞാൻ ഓർത്ത് ഇതിൽ വെച്ചാൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാനൊക്കെ പാടാണ്. ഇത് അത്ര നമുക്ക് ഭയങ്കര സ്റ്റിഫല്ലല്ലോ, കുറച്ച് സോഫ്റ്റ് ആയിട്ടല്ല ഇതിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിലെല്ലാം ഒന്ന് നല്ലപോലെ ഒന്ന് ആക്കി കൊടുത്തിട്ട് ഞാൻ നമ്മുടെ സാധാ കുപ്പി പ്ലേറ്റിലോട്ട് ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാനൊക്കെ ആയിട്ട് ഒരു ഷേപ്പ് എന്തെങ്കിലും ഒന്ന് കിട്ടണ്ടേ. നമുക്ക് വീഡിയോ എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് കൈ കൊണ്ട് സ്പൂൺ കൊണ്ടൊക്കെ നമുക്ക് കോരി കഴിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇവിടെ എനിക്കാണെങ്കിൽ കട്ട് ചെയ്യാനായിട്ടുള്ളൊരു ടൈം സാറക്കുട്ടി തരുന്നില്ലായിരുന്നു കേട്ടോ. അതിന് മുമ്പ് അവൾ വാങ്ങിച്ച് കഴിക്കുന്നുണ്ടായിരുന്നേ. നല്ല ഇഷ്ടപ്പെട്ടു, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാമല്ലോ, കുറച്ച് നേരം ഒന്ന് ഇളക്കണം എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ലാതെ നല്ല നമുക്കിത് കിട്ടിക്കഴിയുമ്പോൾ ഉണ്ടല്ലോ, എൻ്റെ പൊന്നേ എന്തൊരു ടേസ്റ്റാണെന്ന് പറയുന്നത്. നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴത്തേന് ഭരണിയിലുള്ള പാൽപ്പേട വാങ്ങിച്ച് കഴിച്ചതാണ് എനിക്ക് ഓർമ്മ വന്നു കേട്ടോ. അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നേ. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇതിനകത്ത് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഒന്നും തന്നെ ചേർത്തിട്ടില്ല. അത്രയും നല്ല ടേസ്റ്റിലാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത്. ഞാനാണെങ്കിൽ കഴിച്ച് നോക്കിയിട്ട് എന്തോ ടേസ്റ്റ് ആയിരുന്നെന്നറിയാവോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ. എങ്ങണ്ട്